നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കൽ പോലും മറ്റൊരാളുടെ വീഴ്ചയിൽ എന്ത് ചെയ്യാൻ പാടില്ല, സന്തോഷിക്കുവാൻ പാടില്ലെന്നാണ്. ഒരാളുടെ വീഴ്ചയിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സന്തോഷിക്കുവാൻ പാടില്ല. അത് ശത്രുവായാലും ശരി, മിത്രമായാലും ശത്രുവായാലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളുടെ വീഴ്ചയിലോ മറ്റൊരാളുടെ ദുഃഖത്തിലോ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല കേട്ടോ. അത് എപ്പോഴും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശത്രു മിത്രം എന്ന് പറയും. ശത്രുത, മിത്രത, ഇതൊക്കെ മനസ്സിൻ്റെ ഭാവങ്ങളാണ്. ശത്രുതയും മിത്രതയും ഒക്കെ എന്താണ്, മനസ്സിൻ്റെ ഭാവങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ വീഴ്ചയിൽ അയാളെ സമാശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ എല്ലാവരെയും കൊണ്ടൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടി മറ്റൊരാളുടെ തകർച്ചയിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല കേട്ടോ. വേറൊരാളുടെ തകർച്ചയിൽ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ നമ്മൾ കഴിവ് ശ്രമിക്കരുത് കേട്ടോ. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ, അതായത് പോസിറ്റീവ് സൈഡ് എന്ത് ചെയ്യുക, നമ്മൾ നോക്കിക്കാണുക. നന്മ, അദ്ദേഹത്തിൻ്റെ നന്മ, അദ്ദേഹം ഏത് വ്യക്തിയിലും എന്ത് കാണും, ഒരു ചെറിയ നന്മയെങ്കിലും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിലെ നന്മയുടെ വശം നമ്മുടെ ജീവിതത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. ഒരു വ്യക്തിയെക്കുറിച്ചും കുറ്റങ്ങൾ പറയാൻ പാടില്ല എന്നാണ് കേട്ടോ സത്യം. ഒരു വ്യക്തിയെക്കുറിച്ചും കുറ്റങ്ങൾ പറയാൻ പാടില്ല. അപ്പം നമ്മളൊരു വ്യക്തിയുടെ കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്, ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുകയാണ്, നെഗറ്റീവ് ഫീൽ നമുക്ക് അനുഭവപ്പെടുകയാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മളൊരാളുടെ കുറ്റം മറ്റൊരാളുടെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഫീലാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാണ്, ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി അല്ല കേട്ടോ. അതിൽ നിന്ന് സന്തോഷം ലഭിക്കാറുമില്ലെന്നാണ് കേട്ടോ. വേറൊരാളുടെ കുറ്റം പറയുക വഴി എന്ത് ലഭിക്കുന്നു, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നു. അത് മനസ്സിൻ്റെ അന്നേരം മനസ്സിന് സന്തോഷം ലഭിച്ചാലും പിന്നീട് അത് മനസ്സിന് എന്തുണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും, മനസ്സിന് ദുഃഖമുണ്ടാക്കുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മളുടെ മനസ്സിനെ നമ്മളെപ്പോഴും പ്രാപ്തമാക്കുക. ഉയർന്ന വിദ്യാഭ്യാസം നേടിയാൽ മാത്രം പോരാ, എന്തു ചെയ്യുക, ഉയർന്ന വിദ്യാഭ്യാസം നമ്മുടെ പെരുമാറ്റ രീതികളിൽ പ്രകടിപ്പിക്കുക. അതാണ് വലുത് കേട്ടോ. ഒരുപാട് ക്വാളിഫൈഡ് ആണ്, ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോയി ഒരുപാട് ഡിഗ്രികളുണ്ട്, 4-5 ഡിഗ്രികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്തില്ല, യാതൊരു കാര്യവുമില്ല. നമ്മൾ ആ നേടിയ അറിവ്, വിദ്യ അല്ലെങ്കിൽ അറിവ് എന്ത് ചെയ്യുക, നമ്മുടെ പെരുമാറ്റ രീതികളിൽ പ്രകടിപ്പിക്കുക. നമുക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അദ്ദേഹം ക്വാളിഫൈഡ് ആണോ അല്ലയോ കേട്ടോ. അതെപ്പോഴും മനസ്സിലാകും. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അദ്ദേഹം ക്വാളിഫൈഡ് ആണോ അല്ലയോ കേട്ടോ. നമ്മൾ ഒരുപാട് ഡിഗ്രികൾ നേടിയാലൊന്നും എന്ത് ചെയ്യണമെന്നില്ല, ജീവിതത്തിൽ ക്വാളിഫൈഡ് ആവണമെന്നില്ല. ജീവിതത്തിൽ ക്വാളിഫൈഡ് ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് കേട്ടോ. അല്ല ഒരുപാട് ഡിഗ്രികൾ നേടി അവിടെ പോയി പഠിച്ചു ഇവിടെ പോയി പഠിച്ചു, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ക് ബിരുദമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ ക്വാളിഫൈഡ് ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നന്മയുടെ ഒരു ബാലപാഠം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നന്മയുടെ പാഠം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നന്മ കൊണ്ട് അതിവിദഗ്ധമായിട്ട് നേരിടുവാൻ കഴിയുമെന്നാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ആപത്തുകളെ തരണം ചെയ്യാൻ എന്തുകൊണ്ടേ കഴിയൂ, നമ്മളിലെ നല്ല പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ കഴിയൂ കേട്ടോ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഒരിക്കലും നമ്മളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കാതിരിക്കുക. നമ്മളുടെ വിലപ്പെട്ട സമയം നല്ല കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. നല്ല കാര്യങ്ങൾക്കായിട്ട് സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റൊരാൾക്ക് നന്മകളായി മാറണമെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാടങ്ങ് വളരുമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് ഒരുപാട് സമൂഹത്തിൽ ഒരുപാടങ്ങ് വളരും കേട്ടോ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക.